ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു. നിങ്ങൾ മേഘ്നാസ് സ്റ്റുഡിയോ ബോക്സിന് തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഞാനിതിൽ നിറയെ കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ റെസിപ്പിക്കും ഇങ്ങനെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ഞാൻ ചെയ്ത് നോക്കി, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഒരുപാട് നന്നായിട്ടുണ്ടെന്നൊക്കെ അങ്ങനെയുള്ള റെസ്പോൺസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടോ അങ്ങനെയൊക്കെ കേട്ടപ്പോൾ. അപ്പോൾ ഇനിയും ഇതുപോലെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അതിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ കാണാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഫ്ഡ് എഗ് 65. ഇത് വളരെ ക്രിസ്പി ആയിട്ടുള്ള, വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ്. നോക്കാം. മുട്ട, സവാള, ബ്രെഡ് ക്രംസ്, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, എണ്ണ, മൈദ, ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ആദ്യം നമുക്ക് സവാള അരിഞ്ഞു വയ്ക്കാം. സവാള ഞാൻ സ്റ്റഫ് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു 10 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനൊരു സവാള അത് മതിയാവും. അപ്പോൾ ഇതാ സവാള അരിഞ്ഞു വയ്ക്കാം. ഒരു പച്ചമുളക് കട്ട് ചെയ്ത് വളരെ കുഞ്ഞായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചോട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും മുട്ടയും വേഗം വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാൻ എന്ത് വേവാൻ വെച്ചാലും കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാത്തിനും ചേർക്കാറുണ്ട്. ഇതിൽ ഞാനൊരു 10 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ 9 മുട്ട ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട്. ഒരു മുട്ട മസാലയിൽ ഇടാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിടുന്നുണ്ട്, പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനായിട്ട്. നമ്മളുടെ ഉരുളക്കിഴങ്ങും മുട്ടയും റെഡി ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് നമ്മളിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ വെക്കുമ്പോഴത്തേനും മുട്ട റെഡിയായി കിട്ടും. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഒരു 4-5 വിസിൽ വരുമ്പോഴത്തേനും അതും റെഡിയായി കിട്ടും. ഇതിങ്ങനെ നമ്മൾ എടുത്ത ഉടനെ തന്നെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചേക്കണം. അപ്പം എന്താണെന്ന് വെച്ചാൽ ഷെല്ല് പെട്ടെന്ന് പൊളിഞ്ഞു കിട്ടും, ബുദ്ധിമുട്ടില്ലാണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചില സമയത്ത് ഈ മാംസത്തോടെ ഇങ്ങനെ വരും. കാരണം തണുത്ത വെള്ളത്തിലിടുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണേ ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷെല്ല് പൊളിച്ച് വെക്കാം. വാച്ചിമ്മേ ഒന്ന് വരുമോ? എന്താണ് ഇച്ചിരി പൊളിച്ച് തരുമോ? ഇതാ അവിടെ വയ്ക്കണോ? അവിടെ വെച്ച് പൊളിച്ചു. ഈസി ആയിട്ട് തന്നെ ഉണ്ടോ? അപ്പോൾ നമ്മൾ മുട്ടയും ഉരുളക്കിഴങ്ങും തോലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റഫിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് റെഡിയാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ട കട്ട് ചെയ്ത് വയ്ക്കാം 2 ആയിട്ട്. യെല്ലോ മാത്രം നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി സവോള, നമ്മൾ അരിഞ്ഞു വെച്ച ഒരു സവോള, അരിഞ്ഞു വെച്ച ഒരു പച്ചമുളക്, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് മുട്ടയിൽ സ്റ്റഫ് ചെയ്ത് വെക്കാം. ഇതാ അപ്പോൾ ഞാൻ സ്റ്റഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാലൻസ് വന്നതില്ലേ, അത് നമുക്കൊരു ഉരുളയായിട്ട് വയ്ക്കാം, ചെറിയ ഉരുളയായിട്ട് വയ്ക്കാം. അപ്പോൾ അതൊരു ചെറിയൊരു കട്ട്ലേറ്റ് പോലെ ആയി കിട്ടും, അതും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ എഗ് പീസസിലും ഞാൻ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് മിക്സിൽ മുക്കി വറുക്കണമെങ്കിൽ അങ്ങനെ വറുക്കാം. അതല്ല, എനിക്കിപ്പോൾ എഗ്ഗ് ഹോളായിട്ടിരിക്കണ കാണാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു പീസ് വെച്ചിട്ട് ഒരു കുട്ടി സ്റ്റിക്ക് വെച്ചിട്ട് എന്നിട്ട് ഞാൻ മിക്സിൽ മുക്കിയിട്ട് വറുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഇതുപോലെ ലെവൽ ചെയ്തിട്ട് എല്ലാ സൈഡും ഇതുപോലെ ലെവൽ ചെയ്യണം. ലെവൽ ചെയ്തിട്ട് എന്നാ ഒരു ചെറിയ സാൻഡ്വിച്ചിലുള്ള ബർഗർ പോലെ ആയിട്ടുണ്ട്. ഇതിലിങ്ങനെ സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. 2 സ്റ്റിക്ക് മതിയാവും കേട്ടോ, കൂടുതൽ വേണ്ട. വെച്ചിട്ട് അങ്ങനെ വയ്ക്കാം. എനിക്കിങ്ങനെ ഉള്ളിൽ ഒരുപാട് സ്റ്റഫ് ചെയ്ത് വെക്കണം എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്റ്റഫ് ചെയ്ത് വെക്കുന്നത്. അതല്ല, ഇത്രയും സ്റ്റഫ് വേണ്ടാന്നുള്ളവർ ആ മുട്ടയുടെ ആ കുഴിയില്ലേ അത് മാത്രം ഫില്ല് ചെയ്താൽ മതി. ഒരുപാട് സ്റ്റഫ് വേണ്ടാന്നുള്ളവർ അതിൽ മാത്രം ഫില്ല് ചെയ്താൽ മതി. അടുത്തത് നമുക്ക് മിക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 5 ടേബിൾ സ്പൂൺ മൈദ, ഇനി അടുത്തത് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മുട്ട, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം കുറേശ്ശെ ചേർത്ത് നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒറ്റയടിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും, ചിലപ്പോൾ വെള്ളം കുറഞ്ഞു പോവും. അപ്പോൾ അതിലും നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കുന്നുണ്ടേ. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിക്കോളൂ കേട്ടോ. ഇതാണ് ഇതിൻ്റെ പരിവ്. അപ്പം അത്രയേ ഉള്ളൂ. നമുക്കിനി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കണം. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വാച്ചിമ്മ പിണങ്ങിയിരിക്കായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പുഴുങ്ങിയ മുട്ട 2 കൊടുത്തിട്ട് സോപ്പിട്ടൊക്കെ വെച്ചേക്കാം. വിളിക്കട്ടെ, ഒരു പാട്ട് പാടിച്ചാലോ? പാവല്ലേ. വാച്ചിയമ്മേ വന്നേ. എണ്ണ ചൂടായിട്ടുണ്ട്, ഇടാം. വാച്ചിമ്മയുടെ പാട്ടൊക്കെ ഭയങ്കര സൂപ്പറാന്ന് എല്ലാവരും പറയണ കേട്ടോ. വാച്ചിമ്മയുടെ പാട്ടില്ലേ, അപ്പം എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര സൂപ്പറാണ് സോങ്.
അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പാട്ട് പാടുമോ? ഏത് പാട്ട് പാടണം മോളെ? അച്ഛമ്മക്ക് ഇഷ്ടമുള്ള പാട്ട് പഠിക്കുമെന്നേ. ശരി. ഹജരേ परदेसी मैं तो कब से खड़ी इस पार, ये अखियाँ तक गई पंद निहार. आजा रे परदेसी मेरी ऐसी बातें जल न सकी जो कुछ के न पाती. मिल मेरे जीवन साथी हो. आजा रे मैं तो कब से खड़ी इस पार, ये अखियाँ तक गई पंद निहार. आजा रे परदेसी तुम संग जन्म जन्म के फेरे भूल गई जो साजन मेरे. हाँ मिल मेरे जीवन साथी हो. आजा रे मैं तो कब से खड़ी इस पार, ये अखियाँ तक गई पंद निहार. आजा रे परदेसी मैं तो कब से खड़ी इस पार, ये अखियाँ तक गई पंद निहार. आजा रे परदेसी. മതിയാ? അടിപൊളി അടിപൊളി അടിപൊളി. ലാസ്റ്റ് നമ്മൾ ആ കഷ്ണം എടുത്തില്ലേ, ബാക്കി വന്നത് ബാലൻസ് ഇതാ, അതും ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റഫ്ഡ് എഗ് 65 റെഡി.